നിങ്ങളുടെ ജീവിതത്തിൽ എത്ര ഒറ്റപ്പെടലിന്റെയും കണ്ണുനീരിന്റെയും മടുപ്പിന്റെയും അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോട് കൈമാറുകയാണ്, കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദിവസങ്ങളാണ്. നിങ്ങൾ ആരുമില്ലാതെ ഏകാന്തത അനുഭവിച്ച് ജീവിതം തന്നെ മടുത്തതുപോലെ സമാധാനം എന്തെന്ന് അറിഞ്ഞിട്ട് വർഷങ്ങളായ ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ ഞാൻ ദൈവാത്മാവിന്റെ നിയോഗത്തോടെ കൈമാറുന്നു, പ്രാർത്ഥനയിൽ മടുത്തു പോകാത്തവനെ എന്റെ ദൈവം ആദരിച്ച ചരിത്രമുണ്ട്. ഈ സന്ദേശം നിങ്ങളുടെ ഭാവി മാറ്റും, നിങ്ങളുടെ ഡെസ്റ്റിനിയിലേക്ക് നിങ്ങളെ തിരിക്കും, നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന പ്രകാശം നിങ്ങളിലേക്ക് മടക്കി വരുത്തും. ആ നിലയിൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ഈ സന്ദേശം പ്രാർത്ഥിക്കുന്ന നിങ്ങളോടാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ അടുത്ത ഒരു അധികാരത്തിന്റെ റേഞ്ചിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായതുകൊണ്ടാണ് ഈ സന്ദേശം നിങ്ങളുടെ അടുത്ത് എത്തിയത്. കാരണം ഇന്നു മുതൽ നിങ്ങളുടെ പ്രാർത്ഥന ഏത് ഡൈമെൻഷനിലേക്ക് തിരിക്കണമെന്ന് ഈ 10-15 മിനിറ്റുള്ള ഈ സന്ദേശത്തിലൂടെ കർത്താവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. പ്രാർത്ഥന എന്ന് പറയുന്നത് വെറുതെ എന്തോ ചിലത് ഇങ്ങനെ പുറത്തേക്ക് പറഞ്ഞു വിടുന്ന ഒന്നല്ല. പ്രാർത്ഥന എന്നത് ഒരു ആത്മീയ യുദ്ധമാണ്. എല്ലാ പ്രാർത്ഥനകളും ആത്മീയ യുദ്ധമല്ല, എന്നാൽ ചില പ്രാർത്ഥനകൾ ആത്മീയ യുദ്ധമാണ്. എല്ലാ സമയങ്ങളിലും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒരേ രീതിയിലല്ല. നമ്മുടെ ഇമോഷൻസ് അനുസരിച്ച്, നമ്മുടെ സിറ്റുവേഷൻസ് അനുസരിച്ച് നമ്മുടെ പ്രാർത്ഥനയുടെ ഡൈമെൻഷനിൽ ഭയങ്കരമാകുന്ന വ്യത്യാസങ്ങൾ വരാറുണ്ട്. നിങ്ങൾ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരിക്കാം. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുടെ സമയങ്ങളിൽ പ്രാർത്ഥിച്ചതുപോലല്ല ഒരു സാധാരണ സമയത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ളത്. ഇത് തന്നെയാണ് പറയുന്നത്, പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ആത്മീയ യുദ്ധമാണ്. എന്നാൽ ഇത് മനസ്സിലാക്കാതെ നമ്മൾ ചില ഇടങ്ങളിൽ നമ്മൾ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയാൽ, ചില കൽപ്പനകൾ നടത്തിയാൽ, ചില ഇടങ്ങളിൽ നമ്മൾ ഇടിവിൽ നിന്ന് കയറി പ്രാർത്ഥിച്ചാൽ ചില തിരിച്ചടികൾ വരാൻ സാധ്യതയുണ്ട്. ബൈബിൾ അതിന്റെ ഉദാഹരണ സഹിതം നമുക്ക് വ്യക്തമാക്കി തരുന്നു. ഇന്ന് ആ ഭാഗത്തേക്കാണ് നമ്മൾ 10-15 മിനിറ്റുള്ള ഈ സമയത്തിനകത്ത് നമ്മൾ ഒന്ന് കയറി പരിശോധിച്ച് പഠിച്ച് ഒരു പുതിയ സൃഷ്ടിയായി, ഒരു പുതിയ ആത്മീയ അധികാരത്തോടുകൂടെ തികഞ്ഞ ഒരു ദൈവിക സുരക്ഷിതത്വത്തിനകത്തേക്ക് കയറി നിന്നുകൊണ്ട് നാം പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. തിരുവെഴുത്ത് പറയുന്നു, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം 19-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ, പൗലോസിന്റെ മേൽ നിന്ന് ഉത്തരീയവും റൂമാലും കൊണ്ടുവന്നവരെ രോഗികളുടെ മേൽ ഇട്ട് സൗഖ്യമാക്കുകയും പൗലോസിലൂടെ അസാധാരണമായ വീര്യപ്രവൃത്തികൾ ദൈവം ചെയ്യുന്നത് സ്കേവയുടെ മക്കൾ കണ്ടിട്ട്, ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികൾ, സ്കേവയുടെ മക്കൾ, ഈ പൗലോസ് എടുത്ത യേശുവിന്റെ നാമം ദുർഭൂതങ്ങൾ ബാധിച്ച, ദുരാത്മാക്കൾ ബാധിച്ച ഓരോ മനുഷ്യരുടെയും സൗഖ്യത്തിന് വേണ്ടി എടുക്കാൻ ശ്രമിച്ചു. അത് അവരുടെ ക്ഷേമം വിചാരിച്ചിട്ടല്ല, ചെയ്യുന്നവന്റെ ലാഭം മോഹിച്ചിട്ടാണ്. എന്നെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, നമ്മുടെ വാർഫെയർ അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ യുദ്ധം എന്ന് പറയുന്നത് മനുഷ്യരോടല്ല. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായത്തിൽ വ്യക്തമായി അത് വിശദീകരിക്കുന്നു. അത് വാഴ്ചകളോടാണ്, അധികാരങ്ങളോടാണ്, ദുഷ്ടാത്മസേനകളോടാണ്, ഇരുട്ടിന്റെ കർത്തൃത്വങ്ങളോടാണ്. അപ്പോൾ അങ്ങനൊരു ആത്മീയ യുദ്ധത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധാപൂർവമായിരിക്കണം. പിക്നിക്കിന് പോകുന്നത് പോലല്ല, ഔട്ടിങ്ങിന് പോകുന്നത് പോലല്ല, ബീച്ചിൽ പോകുന്നത് പോലല്ല, മാർക്കറ്റിൽ പോകുന്നത് പോലല്ല യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നത്, യുദ്ധത്തിന് പോകുന്നത്. യുദ്ധത്തിന് പോകുമ്പോൾ മുൻകരുതലുകൾ ആവശ്യമാണ്, പല കാര്യങ്ങളെക്കുറിച്ചുള്ള അവയർനെസ് ആവശ്യമാണ്, പല രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ ആവശ്യമാണ്. അതുപോലെ എല്ലാ വിഷയങ്ങളും നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് ഒരേ പാറ്റേണിലാണെങ്കിൽ, എല്ലാ വിഷയങ്ങളെയും നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത് ഒരേ പാറ്റേണിലാണെങ്കിൽ വിജയ ശതമാനം കുറയുന്നു എന്ന് മാത്രമല്ല, തിരിച്ചടികൾ നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ സ്കേവയുടെ മക്കൾ അവർ ഉപയോഗിച്ചിരുന്ന പാറ്റേണിൽ, അവർ ചെയ്തു വന്നിരുന്ന രീതിയിൽ പൗലോസ് ഒരു ശുശ്രൂഷ ചെയ്യുന്നത് കണ്ട്
ഇവരുടെ അതേ പാറ്റേൺ വെച്ച് തന്നെ പൗലോസിന്റെ ദൈവത്തിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിന്നോട് ആണയിടുന്നു ഈ മനുഷ്യനെ വിട്ടുപോകുക എന്ന പാറ്റേൺ ദൈവത്തെ അറിയാത്ത, ദൈവവുമായി ബന്ധമില്ലാത്ത മന്ത്രവാദികളായ സ്കേവയുടെ മക്കൾ ഉപയോഗിച്ചപ്പോൾ ആ ഡീമൺസ് പറയുന്ന വാക്കുകൾ നാം അടിവരയിട്ട് പഠിക്കേണ്ട ഒന്നാണ്. എന്താണെന്ന് നിങ്ങൾ നോക്കിക്കേ. 14-ാമത്തെ വാക്യത്തിൽ, 15-ാമത്തെ വാക്യത്തിൽ, ദുരാത്മാവ് അവരോട്, യേശുവിനെ ഞാൻ അറിയുന്നു. ഇത് ദുരാത്മാവിന്റെ വാക്കാണ്. യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്, എന്നാൽ നിങ്ങൾ ആർ എന്ന് ചോദിച്ചു. ഈ പൈശാചിക ലോകത്ത് നിന്ന്, എന്നൊന്ന് ശ്രദ്ധിച്ചേ, പൈശാചിക ലോകത്ത് നിന്ന് നമുക്ക് തിരിച്ചറിയാത്ത ഒരു കാര്യമാണ് ചോദ്യം ചെയ്യലുകൾ നമുക്ക് നേരെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന നമുക്ക്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അത്രത്തോളം ചിന്തിക്കാത്ത ഒരു വ്യക്തിക്ക് അതിനെക്കുറിച്ച് അറിയാൻ സാധ്യതയില്ല. എന്നാൽ ശ്രദ്ധിക്കൂ, ആത്മലോകത്ത് നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഒരു വ്യക്തി അന്യഭാഷയിലാണ് പ്രാർത്ഥിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ആ ചോദ്യം ചെയ്യലുകൾ അവന്റെ അകത്തിരിക്കുന്ന സ്പിരിറ്റ് മനസ്സിലാക്കുകയും വ്യക്തമായി അതിനെ കണ്ണിച്ച് അതിനെ ഡിഫെൻഡ് ചെയ്ത് അതിനെ തകർത്തുകൊണ്ട് അവന്റെ വിജയ ശതമാനത്തെ ഉയർത്താൻ അവന്റെ അകത്തുള്ള പരിശുദ്ധാത്മാവ് അവനെ സഹായിക്കുന്നു. ഓ ഹല്ലേലൂയ. ഞാൻ ആത്മയുദ്ധത്തിൽ നിൽക്കുന്ന ചില ദൈവമക്കളോട് പറയുകയാണ്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു തന്നെ പ്രാർത്ഥിക്കുക. ഒന്ന് താഴെ കമന്റ് ചെയ്യാമോ? നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ, ഗൈഡൻസിൽ പ്രാർത്ഥിക്കണം. ഓ ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവ സാന്നിധ്യം എന്റെ മേൽ ഇറങ്ങി വരുന്നത് ഞാൻ അറിയുന്നുണ്ട്. ഇത് ആരുടെയൊക്കെയോ പ്രെയർ ലൈഫ് തിരിയാൻ പോവാണ്. ആരുടെയൊക്കെ പ്രെയർ ലൈഫിന്റെ ഡയമെൻഷൻ വേറൊരു ലെവലിലേക്ക് തിരിയാൻ പോവാണ്. ഒന്ന് ആമേൻ പറഞ്ഞൊന്ന് ടൈപ്പ് ചെയ്ത്, എന്റെ പ്രെയർ ലൈഫിന്റെ ഡയമെൻഷൻ മാറാൻ പോകുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആത്മലോകത്ത് നിന്ന് ചോദ്യം ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർക്ക് വേണ്ടി, നിങ്ങളുടെ ജോലിക്ക് വേണ്ടി, നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, മിനിസ്ട്രിക്ക് വേണ്ടി, നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടി ഒക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളൊരു സ്പിരിറ്റ് ഫിൽഡ് പ്രെയർ അല്ല ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ദൈവവുമായി ഒരു വേണ്ടത്ര ബന്ധമില്ലെങ്കിൽ, നമ്മൾ ഈ ആവശ്യഘട്ടത്തിൽ മാത്രം പ്രാർത്ഥനയ്ക്ക് സമയമെടുക്കുന്നവരാണെങ്കിൽ, എന്നൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. നമ്മൾ ഈ ചില പ്രത്യേക വിഷയങ്ങൾ വരുമ്പോൾ കൂടുതൽ പ്രാർത്ഥന, ചില ഞെരുക്കങ്ങൾ വരുമ്പോൾ ഉപവാസം, അല്ലാത്ത സമയത്തിൽ ഒരു ഫ്രീ മൂഡ്, ഒരു ഫ്രീ ലൈഫ്, ഒരു ആത്മീയ അയഞ്ഞ അവസ്ഥ, അങ്ങനത്തെ ഒരു അവസ്ഥ കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ പ്രതിസന്ധികൾ വരുമ്പോൾ പ്രാർത്ഥന, ഉപവാസം, ദൈവത്തോട് കൂടുതൽ ചേർന്നിരിക്കൽ, പള്ളിയിൽ പോക്ക്, എന്നാൽ പ്രത്യേകിച്ച് അങ്ങനെ വിഷയങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഒരു ആത്മീയ അയഞ്ഞ അവസ്ഥയാണ് കീപ്പ് ചെയ്യുന്നതെങ്കിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ആത്മീയ ലോകത്ത് ചോദ്യം വരും, എനിക്ക് യേശു ക്രിസ്തുവിനെ അറിയാം, എനിക്ക് പൗലോസിനെ അറിയാം, ഇപ്പൊ എന്നോട് ആജ്ഞാപിച്ചല്ലോ പൗലോസിന്റെ ദൈവത്തിൽ ഞാൻ നിന്നോട് ആണയിടുന്നു, ഈ മനുഷ്യനെ വിട്ടു പോവാ ശുദ്ധാത്മാവേ എന്ന്. ഇത് പറയാൻ നീ ആരാണ് എന്നൊരു ചോദ്യം ഉണ്ടായത് പൗലോസിൽ നിന്നല്ല, യേശു ക്രിസ്തുവിൽ നിന്നല്ല, ഏത് ആത്മാവിനോടാണോ പുറത്തു പോക എന്ന് സ്കേവയുടെ മക്കൾ പറഞ്ഞത് ആ ആത്മാവിൽ നിന്നാണ്. ഹല്ലേലൂയ. സാത്താന് ഭയം വാക്കുകളെ അല്ല. എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. ദുരാത്മാക്കൾക്ക് ഭയം കൽപ്പിക്കുന്നവന്റെ ശബ്ദത്തെയുമല്ല. ദുരാത്മാക്കൾക്ക് ഭയം കൽപ്പിക്കുന്ന മനുഷ്യന്റെ ഫിഗറിനെയുമല്ല. ദുരാത്മാക്കൾക്ക് ഭയം പറയുന്നവന്റെ മേലുള്ള അഭിഷേകത്തെയും അധികാരത്തെയുമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതാ പറഞ്ഞ എനിക്ക് പൗലോസിനെ പരിചയമുണ്ട്, നീ പറഞ്ഞ യേശുവിനെ എനിക്കറിയാം. പക്ഷേ ഇവരുടെ രണ്ടു പേരുടെയും പേര് വെച്ച് പറയാൻ നീ ആരാടാ? നിനക്കെന്താടാ ആ നാമവുമായിട്ടുള്ള ബന്ധം? നിനക്കെന്താടാ പൗലോസുമായിട്ടുള്ള ബന്ധം? നിനക്കെന്താടാ എന്നോട് ആജ്ഞാപിക്കാനുള്ള ബന്ധം? ഇതാണ് ചോദ്യം. എന്നിട്ട് ആ ദുരാത്മാവ് ആ സ്കേവയുടെ മക്കളെ കയറി ആക്രമിച്ചവരെ നഗ്നരായി അവിടുന്ന് ഓടിച്ചു കളഞ്ഞു എന്നാ പറയുന്നത്, മുറിവേൽപ്പിച്ചു എന്നാ പറയുന്നത്. ആത്മീയ ജീവിതത്തിൽ ചില മുറിവേറ്റിരിക്കുന്ന അനുഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അധികാരം നിങ്ങൾ മനസ്സിലാക്കുക. വേണ്ടത്ര സുരക്ഷിതത്വം ദൈവത്തോട് നിങ്ങൾ പ്രാപിക്കുക. നമ്മൾ മുമ്പോട്ടുള്ള ഒരു 2-3 മിനിറ്റ് കൊണ്ട് നമ്മൾ ആ സുരക്ഷിതത്വം എന്താണെന്ന് പഠിക്കാനായിട്ട് പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 59-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് പ്രിയപ്പെട്ടവർ വന്നാൽ, യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 59
9-ാമത്തെ അധ്യായത്തിലേക്ക് നാം ചെന്നിട്ട് അതിന്റെ 1-2 വാക്യത്തിൽ പറയുന്നു, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ മുഖം എന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. വളരെ 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 പ്രാധാന്യമർഹിക്കുന്ന പോയിന്റാണ്. ഒന്ന് താഴെ ടൈപ്പ് ചെയ്ത്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ മുഖം എനിക്ക് മറയപ്പെടാൻ പാടില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നു, എനിക്ക് ഉറപ്പുണ്ടാകണം എന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്ന ഒരു ദൈവത്തിന്റെ മുഖം എനിക്ക് തെളിഞ്ഞു നിൽക്കുന്നു എന്ന്. അതെനിക്ക് ഉറപ്പുണ്ടാകണമെങ്കിൽ ബൈബിൾ പറയുന്നു, എന്റെ അകൃത്യങ്ങൾ, എന്റെ പാപങ്ങൾ ഒന്ന് അത് ദൈവസന്നിധിയിൽ ആദ്യമേ തുറന്നു പറഞ്ഞിട്ടായിരിക്കണം. അപ്പൊ അറിഞ്ഞോ അറിയാതെയോ ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയം വരെ എന്റെ ജീവിതത്തിൽ വാക്കാലോ ചിന്തകളാലോ പ്രവൃത്തിയാലോ നോട്ടത്താലോ സംസാരത്താലോ കൊടുക്കൽ വാങ്ങലുകൾക്കകത്തോ ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ എന്നിൽ നിലനിൽക്കുന്നെങ്കിൽ അത് പിശാചിന് അവകാശം പറയാൻ കഴിയരുത്. അത് അവിടെ നിന്ന് എന്നെ ക്ഷമിച്ചു തരണം, എന്നെ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞിട്ടായിരിക്കണം നമ്മൾ മൂവ് ചെയ്യുന്നത്. ഇതൊരു സുരക്ഷിതത്വമാണ് പ്രിയപ്പെട്ടവരെ, ഇതൊരു സുരക്ഷിതത്വമാണ്. ഞാൻ ഇന്ന് ആർക്കും ദോഷം ചെയ്തില്ല, ഞാൻ ഇന്ന് ആരുടെ വകയും മോഷ്ടിച്ചില്ല, ഞാൻ ഇന്ന് ആരുടെ പറമ്പിൽ കയറി തേങ്ങ എടുത്തില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ അനുനിമിഷം നാം ശുദ്ധീകരിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. നാം ശുദ്ധീകരിക്കപ്പെട്ടിരിക്കണം. കാരണം നമ്മൾ വെറുതെ വാചകമടിക്കുകയല്ല ഈ പ്രാർത്ഥനയ്ക്കകത്ത് ചെയ്യുന്നത്, ആത്മീയ യുദ്ധം ചെയ്യുകയാണ്. സ്പിരിച്വൽ വാർഫെയർ. ഓ ഹല്ലേലൂയ, സ്പിരിച്വൽ വാർഫെയർ. അങ്ങനെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സ്പിരിച്വൽ വാർഫെയർ നടക്കുന്ന ഒരു മിനിസ്ട്രി ആകട്ടോ ഇത്. നിങ്ങളിപ്പോ ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഒരു മാസത്തിൽ മിനിമം ഒരു പ്രാവശ്യമെങ്കിലും ഈ പ്ലാറ്റ്ഫോമിൽ അന്യഭാഷ പ്രാർത്ഥനകൾ ഞങ്ങൾ ക്രമീകരിക്കാറുണ്ട്. അങ്ങനെയുള്ള പ്രാർത്ഥനയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ വാട്സാപ്പിന്റെ കമ്മ്യൂണിറ്റി ലിങ്കും കിടപ്പുണ്ട്. അതിലൂടെ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് മെമ്പറും ആകാം. എല്ലാ ഇൻഫർമേഷൻസ് അതിനകത്ത് വരും. ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ മുഖം എന്റെ മുമ്പിൽ മറയപ്പെടാതെ ഇരിക്കുമ്പോൾ ആ സമയത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാണ് സ്വർഗം തൊടുന്നത്. അല്ലാത്ത പക്ഷം ദൈവം വെറുതെ മുഖം മറയ്ക്കത്തില്ല. ദൈവം മുഖം മറയ്ക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ ക്ലൈം ചെയ്യുന്ന എന്തോ ചില കാര്യങ്ങൾ മറയപ്പെട്ട് കിടക്കുന്നു. അവനും ഈ ലോകവും തമ്മിലുള്ള ഒരു അവിശുദ്ധമായിട്ടുള്ള ബന്ധം, പ്രാർത്ഥിക്കുന്ന വ്യക്തിയും സാത്താനും തമ്മിലുള്ള അറിയുന്നതോ അറിയാത്തതോ ആയിട്ടുള്ള ലീഗൽ കോൺട്രാക്ട്, ഇതെല്ലാം ഒരു വ്യക്തിയുടെ മുമ്പിൽ ദൈവത്തിന്റെ മുഖം മറയ്ക്കുന്നു. ഒന്ന് പറഞ്ഞേ, ഞാനും സാത്താനും തമ്മിലുള്ള അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള എല്ലാ ലീഗൽ കോൺട്രാക്റ്റുകളും യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ആകട്ടെ. നമ്മുടെ വാക്കുകൊണ്ട് കോൺട്രാക്ട് ചെയ്യും, കണ്ണുകൊണ്ട് കോൺട്രാക്ട് ചെയ്യും, ഹൃദയം കൊണ്ട് കോൺട്രാക്ട് ചെയ്യും, എഗ്രിമെന്റ് ചെയ്യും, നമ്മുടെ പ്രവൃത്തി കൊണ്ട് എഗ്രിമെന്റ് ചെയ്യും. ഈ എഗ്രിമെന്റുകളെല്ലാം ക്യാൻസൽ ആകണം. ഹല്ലേലൂയ. എങ്കിലേ പ്രാർത്ഥനയുടെ ശക്തി അതിൻ്റെതായ രീതിയിൽ വെളിപ്പെടുത്തുള്ളൂ. ഫുൾ സ്വിംഗിൽ ആ പ്രയർ അവിടെ ആക്റ്റീവായിട്ട് നിൽക്കത്തുള്ളൂ. ഓ ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഈ സുരക്ഷിതത്വം നിങ്ങൾ അറിഞ്ഞിരിക്കണം. എല്ലാ ഈവിൾ കവനന്റുകളും പൊളിയണം. എല്ലാ ഈവിൾ കവനന്റുകൾ പൊളിയണം. ഒന്ന് ടൈപ്പ് ചെയ്ത്, എല്ലാ ഈവിൾ കവനന്റുകളും എന്റെ ലൈഫിൽ യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈവിൾ കവനന്റിന്റെ അകത്ത് നിന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രവൃത്തിയും നമ്മുടെ പ്രാർത്ഥന ചെയ്യാൻ പോകുന്നില്ല. ഒരു പ്രവൃത്തിയും ചെയ്യാൻ പോകുന്നില്ല. പകരം എല്ലാ ദുഷ്ടന്റെ കവനന്റുകൾ, അദൃശ്യമാകുന്ന ബന്ധങ്ങൾ, ബന്ധനങ്ങൾ, അദൃശ്യമാകുന്ന കോൺട്രാക്ട് എല്ലാം യേശുവിന്റെ നാമത്തിൽ പൊളിഞ്ഞു പോകട്ടെ എന്ന് ആത്മാവിന്റെ അധികാരത്തോടെ പറഞ്ഞിട്ടാണ് ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നതെങ്കിൽ വലിയ ദൈവപ്രവർത്തികൾ നടക്കും. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ അകൃത്യങ്ങൾ നമ്മുടെ പ്രാർത്ഥനകൾ ദുർബലമാകും. അകൃത്യങ്ങൾ നമ്മുടെ പ്രാർത്ഥനകൾ ദുർബലമാക്കുന്നു. അതുപോലെ തന്നെ മർക്കോസിന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ക്ഷമിക്കാത്ത ഹൃദയമാണോ പ്രാർത്ഥന തടയും. ഒരു വ്യക്തിയോട് ക്ഷമിക്കാൻ പറ്റാത്ത മനസ്സ്, സ്നേഹിക്കാൻ പറ്റാത്ത മനസ്സ്, ഒരു വ്യക്തിയോട് ആർദ്രതയോ കരുണയോ സ്നേഹമോ ഇല്ലാത്തൊരു മനസ്സ്, മനസ്സലിവില്ലാത്തൊരു മനസ്സൊക്കെ ആണെങ്കിൽ പ്രാർത്ഥന
തടയപ്പെടും. യേശു തന്നെയാണ് പറയുന്നത്, മർക്കോസിന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക. കാരണം മുറിവേറ്റിരിക്കുന്ന ഒരു ഹൃദയത്തിന് ഒരിക്കലും മറ്റൊരു വ്യക്തിയുടെ മുറിവിനെ പൊറുപ്പിക്കാൻ പറ്റത്തില്ല. എന്നാൽ എന്ത് പ്രതിസന്ധി ഉണ്ട്, പ്രശ്നം ഉണ്ടെങ്കിലും എല്ലാവരോടും ക്ഷമിക്കുന്ന ഒരു മനസ്സാണെങ്കിൽ നിങ്ങളെ മറ്റൊരു വ്യക്തിക്ക് ആശ്വാസവും ഐശ്വര്യവുമാക്കി ദൈവം മാറ്റി. അതുകൊണ്ടല്ലേ പൗലോസ് എപ്പോഴും പറഞ്ഞത്, ഞങ്ങൾ പട്ടിണിക്ക് ഇരിക്കുന്നെങ്കിലും, ഞങ്ങൾ വിശന്നിരിക്കുന്നെങ്കിലും ഞങ്ങൾ ക്ഷീണിക്കുന്നില്ല, ഞങ്ങൾ മുറിവേറ്റിരിക്കുന്നെങ്കിലും ഞങ്ങൾ അനേകർക്ക് ആശ്വാസമായിരിക്കുന്നു, ഞങ്ങൾ ബന്ധനത്തിലിരിക്കുന്നെങ്കിലും അനേകരുടെ സ്വാതന്ത്ര്യത്തിന് ദൈവം ഞങ്ങളെ യൂസ് ചെയ്യുന്നു. ആ നിലകളിൽ ദൈവം നിങ്ങളെ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ക്ഷമിക്കുന്ന ഒരു മനസ്സുണ്ടായിരിക്കണം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം 10 മുതൽ 18 വരെയുള്ള വാക്യത്തിൽ പറയുന്നു, ആത്മീയ കവചം ധരിക്കാതെ യുദ്ധത്തിലേക്ക് നിങ്ങൾ പുറപ്പെടരുത്. എന്താണ്? സത്യത്തിന്റെ അരക്കെട്ട്, നീതിയുടെ കവചം, വിശ്വാസത്തിന്റെ പരിചയം, രക്ഷയുടെ തലപ്പാവ് തുടങ്ങിയവ കൊണ്ട് നിങ്ങൾ നിങ്ങളെ അണിയിച്ചിരിക്കണം. ആത്മീയ കവചങ്ങൾ ധരിച്ചുകൊണ്ടായിരിക്കണം ഒരു വ്യക്തിയുടെ ആത്മീയ യുദ്ധം എന്ന് പറയുന്നത്. ഇതെല്ലാം ഓരോന്നോരോന്ന് എടുത്തെടുത്തെടുത്ത് പറയേണ്ടതാണ്. ഇതിനോടകം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള മെസ്സേജുകളൊക്കെ ധാരാളം കിട്ടിയിട്ടുണ്ടാകും. ആത്മീയ കവചം എന്താണ്, സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കും. സോ ആത്മീയ കവചം ധരിച്ച് വചനം വെച്ച് പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആത്മാവിൽ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുക. ആ നിലകളിൽ വേണം. ശത്രു ഏത് രീതിയിൽ നമ്മളെ തകർക്കാനേ ശ്രമിക്കത്തുള്ളൂ. പക്ഷെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന, വചനത്തോടെ പ്രാർത്ഥിക്കുന്ന, ബോധ്യത്തോടെ പ്രാർത്ഥിക്കുന്ന, സ്പിരിച്വൽ അതോറിറ്റിയോടെ പ്രാർത്ഥിക്കുന്ന, സ്പിരിച്വൽ ഐഡന്റിറ്റിയോടെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് നേരെയുള്ള ഒരായുധവും ഫലിക്കത്തില്ല. ഒന്ന് ടൈപ്പ് ചെയ്തേ, എനിക്ക് വിരോധമായിട്ടുള്ള ഒരായുധവും ഫലിക്കത്തില്ല. കാരണം എന്താ? ദൈവത്തിന്റെ ആത്മീയ കവചം ധരിച്ച് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം 10 മുതൽ 18 വരെയുള്ള വാക്യത്തിൽ പറയുന്ന സ്പിരിച്വൽ വെപ്പണോടുകൂടെയാണ് നാം ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്നത്. ദ ലാസ്റ്റ് വൺ, യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു എങ്ങനെ പ്രാർത്ഥിക്കണം. നമ്മുടെ ഇഷ്ടത്തിനല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക. അതല്ലേ? ദൈവത്തിന്റെ ഇഷ്ടത്തിന് പുറത്ത് പ്രാർത്ഥിക്കരുത്, ദൈവത്തിന്റെ ഇഷ്ടത്തിനകത്ത് പ്രാർത്ഥിക്കണം. ഒരിക്കലും നമുക്കൊരു നന്മയുണ്ടാകുന്നത് ദൈവത്തിന് അസൂയയില്ല. നിങ്ങൾക്കൊരു നന്മയുണ്ടാകുന്നത്, നിങ്ങൾക്കൊരു അനുഗ്രഹം വരുന്നത്, നിങ്ങൾ അതിശക്തമായി പ്രയോജനപ്പെടുന്നത്, നിങ്ങൾ വിടിവിക്കപ്പെടുന്നത് ദൈവത്തിന് അസൂയയില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ കയറി കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് ദൈവം നമ്മെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ വിടത്തില്ല. ചില നന്മകളൊക്കെ, ചില കാര്യങ്ങളൊക്കെ അല്പം വൈകിയാണ് ജീവിതത്തിലേക്ക് വരുന്നതെങ്കിലും, ചില പ്രാർത്ഥനകളുടെ മറുപടികളൊക്കെ നമ്മൾ ഉദ്ദേശിക്കാത്ത സമയത്താണ് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം തരാൻ ആഗ്രഹിക്കുന്നതെങ്കിലും അതിന്റെ പിന്നിലെല്ലാം നമ്മുടെ സുരക്ഷിതത്വം എന്ന ഒരു മാനദണ്ഡമാണ് ദൈവം അവിടെ കാണുന്നത്. അതുകൊണ്ട് ദൈവമക്കളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ പ്രാർത്ഥനയുടെ മറുപടിക്കൊക്കെ കാലതാമസം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലൊട്ടും വിചാരപ്പെടരുത്, വിഷമിക്കരുത്. കർത്താവ് അതിനുമേൽ പ്രവർത്തിക്കും. ഇതെന്താണ് പ്രശ്നം? ഇത് ഈ ദൈവത്തിന്റെ ഇഷ്ടത്തിന് പുറത്ത് പ്രാർത്ഥിക്കുക എന്നത് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വികാരപ്രേരിതമായ ചില പ്രഖ്യാപനങ്ങൾ നമ്മൾ നടത്തിക്കളെ. പ്രാർത്ഥനയ്ക്കകത്ത് നമ്മൾ ഇമോഷണലി ചില കാര്യം വികാരപ്രേരിതമായി നമ്മൾ പ്രഖ്യാപിച്ചു കളയും. എന്നാൽ അതൊന്നും ദൈവം ആഗ്രഹിക്കാത്ത കാര്യങ്ങളായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ദൈവം നമ്മൾ വികാരപ്രേരിതമായി ചില കാര്യങ്ങൾ, ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമുക്കെതിരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി, യേശുവിന്റെ നാമത്തിൽ അവന്റെ കുടുംബം മുടിഞ്ഞു പോകട്ടെ എന്ന് പറയാനൊരു അധികാരം നമുക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? എനിക്കെതിരെ നിൽക്കുന്നവൻ യേശുവിന്റെ നാമത്തിൽ നശിച്ചു പോകട്ടെ, നോ, ഒരിക്കലും പറയരുത്. വികാരപ്രേരിതമായി നമ്മൾ കയറി പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകൾ അത് ദൈവത്തിന്റെ ദൈവത്തിന്റെ ആത്മാവാകത്തിരുന്ന് വേദനിക്കും. കാരണം ഞാൻ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറയുന്നവനും ദൈവം അറിയാതെ ഭൂമിയിൽ വന്നവനല്ല. പ്രാർത്ഥിക്കുന്ന നമ്മളെയും ദൈവമാണ് ഭൂമിയിലേക്ക് സൃഷ്ടിച്ചയച്ചത്. അപ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിയെ തന്നെയാണ് നശിച്ചു പോട്ടെ എന്ന് നമ്മൾ പറയുന്നത്. അത് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ ഇഷ്ടത്തിനകത്ത് പ്രാർത്ഥിക്കുക, ദൈവത്തിന്റെ ഇഷ്ടത്തിനകത്ത് നിൽക്കുക, ദൈവത്തിന്റെ വചനത്തിനകത്ത് നിൽക്കുക. അങ്ങനെ വചനത്തിനകത്ത് നിൽക്കുന്നവനെ സാത്താന് ഭയമാണ്. ചിലപ്പോൾ ആ നിലയിലുള്ള പ്രാർത്ഥനകൾ നമ്മുടെ വായിൽ നിന്ന് ശാപകരമാകുന്ന പ്രാർത്ഥനകളോ പ്രഖ്യാപനങ്ങളോ പുറപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ആത്മീയമാകുന്ന ആഘാതമുണ്ട്. കാരണം എന്താ? സാത്താൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ നമ്മൾ തന്നെ വാക്കുകൊണ്ട് തുറന്നിട്ട് കൊടുത്ത വാതിൽ ഇവിടെ ഉണ്ട്.
അങ്ങനെയാണെങ്കിൽ ഇന്നൊന്ന് പറഞ്ഞ, യേശുവിന്റെ നാമത്തിൽ ദൈവഹിതമില്ലാത്ത എന്തെങ്കിലും എന്റെ അധരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, വായ് കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വാക്കുകളിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ആ വാക്കുകളെ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു, നിർവീര്യമാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നു മുതൽ നിങ്ങളുടെ വായി നന്മ ചെയ്യട്ടെ, നന്മ സംസാരിക്കട്ടെ. നിങ്ങളുടെ കൈകളെ കർത്താവ് നിറയ്ക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് അനേകർക്ക് വാരി വിതറി കൊടുക്കാൻ തക്കവണ്ണം നിങ്ങളുടെ കരങ്ങളെ കർത്താവ് സമ്പത്ത് കൊണ്ട് നിറയ്ക്കട്ടെ. നിങ്ങളുടെ ആത്മാവിനെ അഭിഷേകം കൊണ്ട് കർത്താവ് നിറയ്ക്കട്ടെ. നിങ്ങൾക്ക് ഇന്നു മുതൽ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള പ്രത്യേക വരം സർവശക്തനായ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. ഇന്ന് നിങ്ങൾ നിൽക്കുന്ന എന്തൊരു സ്ട്രഗിൾസിനകത്തും വേഗത്തിൽ അതിൽ നിന്നൊരു പൊറുതി, അതിൽ നിന്നൊരു വിടുതൽ, അതിൽ നിന്നൊരു മോചനം പരിശുദ്ധാത്മാവ് നൽകട്ടെ. ഏത് തരത്തിലുള്ള രോഗമാണോ നിങ്ങൾ അറ്റാക്ക് ചെയ്യുന്നത്, പൂർണ്ണമായും ആ രോഗബന്ധനം നിങ്ങളിൽ നിന്ന് അഴിയട്ടെ. നിങ്ങളെ ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. തീർച്ചയായിട്ടും ഈ സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുന്നതോടൊപ്പം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൂടെ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ അയച്ചു കൊടുത്താട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വീഡിയോസ് നിങ്ങൾക്ക് ദിവസവും ലഭിക്കുവാൻ, അനുഗ്രഹിക്കപ്പെട്ട വീഡിയോസ്, ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഒക്കെ ദിവസവും ലഭിക്കുവാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ അത് പ്രയോജനപ്പെടും. നിങ്ങൾക്ക് നിശ്ചയമായിട്ടും ഒത്തിരി 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 സന്ദേശങ്ങൾ ആത്മീയമായിട്ട് വളരാൻ സാധിക്കും. സോ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടെ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ തുടർന്ന് കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കും. ദൈവമായ കർത്താവ് സകലത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ. ഗോഡ് ബി വിത്ത് യു.